അമിത വേഗതയിൽ എത്തിയ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. ചടയമംഗലം പോരയിടം ചന്തമുക്കിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ദേവിക എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി, നിലമേൽ NSS കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിനി കോളേജിലേക്ക് പോവുകയായിരുന്നു. ആ വിദ്യാർത്ഥിനി ആ വാതിലിനോട് ചേർന്നാണ് നിന്നത്. അമിത വേഗത്തിലായിരുന്നു ഈ ബസ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അമിത വേഗത്തിലുള്ള ബസ് ഒരു വളവ് തിരിഞ്ഞ് വരുന്ന സമയത്ത് ഡോറ് പെട്ടെന്ന് തുറക്കുകയും ആ ഡോറിൻ്റെ സമീപത്ത് നിന്ന് ആ ദേവിക പുറത്തേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. തലയടിച്ചാണ് റോഡിലേക്ക് വീണത്. ആ വീണ സമയത്ത് അവിടെ നാട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെയാണ് ആ കുട്ടിയെ ആദ്യം പുറത്തേക്ക് എടുത്തത്. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ അവിടെ കണ്ടുനിന്ന ആൾക്കാരൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കടയുടെ മുമ്പാണ് സംഭവം. വണ്ടി നല്ല സ്പീഡായിരുന്നു. സ്പീഡിന് വന്ന് തിരിഞ്ഞ് എൻ്റെ കടയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഡോറങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന് കൊച്ചു താഴെ വന്ന് വീണു. ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തു. അന്നേരം ആംബുലൻസ് ഒന്ന് കൊണ്ടുപോയി. വണ്ടി നല്ല സ്പീഡായിരുന്നു, നല്ല സ്പീഡായിരുന്നു. ഒരു കടയുടെ മുന്നിലേക്കാണ് ദേവിക വീണത്. ആ കടയുടെ ഉടമയും മറ്റു നാട്ടുകാരും ചേർന്ന് ആ കുട്ടിയെ പെട്ടെന്ന് പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയാണുണ്ടായത്. ആദ്യം പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തലയ്ക്കാണ് പരിക്കേറ്റത്. ഇത് ബസ്സിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളടക്കം MVD മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. പോലീസും പരിശോധിക്കുന്നുണ്ട്. ബസ്സിൻ്റെ അമിതവേഗം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ബസ്സിൻ്റെ സ്പീഡ് ഗവർണർ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇത് ജനത എന്ന് പറയുന്ന ഒരു ബസ്സാണ് ഈ സമയത്ത് അതുവഴി സർവീസ് നടത്തുന്നത്. ആറ്റിങ്ങിൽ നിന്ന് പുല്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ് 2 ദിവസമായി വരാതാവുകയും അതിന് പകരമായി, അതായത് ടെമ്പററിയായി വന്ന മറ്റൊരു ബസ്സാണ്. ആ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. അതുതന്നെയായാലും കുട്ടിയുടെ പരിക്ക് ഗുരുതരമായി തുടരുകയാണ്. ബസ് ഡ്രൈവറുടെ അമിത വേഗമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ദൃക്സാക്ഷികൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഡോറിൻ്റെ അറ്റകുറ്റപ്പണി നടത്താത്തതാണോ അല്ലെങ്കിൽ ഡോറിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട്.